Hello, welcome to another new episode of MMA മലയാളം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. സമയം പോലെ നമ്മൾ അതിനകത്ത് മക്കാശേവ് ആൻഡ് ഇല്ലിയ ടൊപ്പൂരിയുടെ ആ ഒരു ഡിസ്കഷനെ കുറിച്ചിട്ടാണ് ഒരുപാട് പേര് കണ്ടു. അത് 1000 കൂടുതൽ കണ്ടു, സർപ്രൈസിംഗ്ലി. ഓക്കെ, അത് പോട്ടെ. നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിക്സ്ഡ് മാർഷൽ ആർട്സ് ലോകത്തിലെ, കോമ്പാറ്റ് സ്പോർട്സ് ലോകത്തിലെ വാർത്തകളുമായിട്ട് ആണ് വന്നിട്ടുള്ളത്. ചെറിയ വീഡിയോ ആയിരിക്കും, ഒരുപാട് വലിച്ചു നീട്ടത്തില്ല. ഓക്കെ, നൗ തമ്പനിയിൽ ശ്രദ്ധിച്ചിരിക്കും. അപ്പം മെയിൻലി ഫോക്കസിങ് ഓൺ ഡ്രീക്കസ് ഡ്യൂപ്ലസിസ്, ഹംസ ഷിമേവ്, ഓഫ് കോഴ്സ് ഇസ്ലാം മക്കാശേവ്, ഇല്ലിയ ടൊപ്പൂരിയ, ജോൺ ജോൺസ്. ഇത്രയൊക്കെയുള്ളൂ വാർത്ത. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പയ്യൻ, അദ്ദേഹം റോഡ് ടു UFC മത്സരിക്കാൻ പോയിരുന്നു. 37 സെക്കൻഡ് കൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ അതിന് ഞാൻ ഒരുപാട് കമൻറ്റുകൾ കണ്ടിരുന്നു. അതായത് വാട്ട് ഈസ് ദിസ്, ഇന്ത്യക്കാരൻ തോറ്റുപോയി, വി ആർ നോട്ട് റെഡി. സി, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചിന്തിക്കുകയായിരുന്നു, റോഡ് ടു UFC ലെവൽ ഇതാണെങ്കിൽ, ഒരു ചൈനക്കാരനോ മറ്റോ ആയിരുന്നു തോന്നുന്നു അല്ലേ, അവന് ആകെ 20 വയസ്സോ മറ്റോ ഉള്ളൂ. അപ്പോൾ റോഡ് ടു UFC ലെവൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, ടോപ്പ് ലെവൽ UFC ഫൈറ്റേഴ്സ്, അതായത് റാങ്ക് 1 മുതൽ റാങ്ക് 10, 15 വരെ, അവരുടെയൊക്കെ ലെവൽ എന്തായിരിക്കും. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ മക്കാശേവ്, ഇല്ലിയ ടൊപ്പൂരിയ, DDP, ഹംസ ഷിമേവ്, ജോൺസ്, ടോമാസ് പിനൽ, പിന്നെ മറ്റു ഫൈറ്റേഴ്സും റാങ്ക് 2, റാങ്ക് 3, റാങ്ക് 4, 5, 10, അങ്ങനെ ഒരു 10-15 റാങ്ക് വരെയുള്ള ഫൈറ്റേഴ്സിൻ്റെയൊക്കെ ലെവൽ എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നമ്മൾക്ക് ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഊഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ആ ലെവലായിരിക്കും അല്ലേ അവരുടെ ഒരു ഒരു ഫൈറ്റിംഗ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമുക്ക് ഇവരുടെ ഒന്നും പേരുച്ചരിക്കാൻ പോലെയുള്ള ഒരു അർഹത നമ്മൾക്കില്ല. പിന്നെ നമ്മൾ വാർത്ത, അതായത് ന്യൂസ് പ്രൊവൈഡ് ചെയ്യുകയാണല്ലോ, അപ്പോൾ പേര് ഉച്ചരിച്ചേ പറ്റത്തുള്ളൂ. അത് ആ ഒരു സമാധാനത്തിൽ ഞാൻ ഈ ന്യൂസ് പറയുവാണ്, ഇവരുടെയൊക്കെ പേരെടുത്ത് പറയുവാണ്. സോ ഗ്രേറ്റ് മാൻ, ഗ്രേറ്റ് ഹൈ ലെവൽ മാൻ, ഹൈ ലെവൽ ഫൈറ്റേഴ്സ് ആണ് ഇവർ ഇൻ ദിസ് ഹോൾ പ്ലാനറ്റ്. ഓക്കെ, സോ തമ്പനയിൽ പോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഇമ്മീഡിയറ്റ് എനിക്ക് തോന്നുന്നു UFC ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പനയിൽ ഇല്ലാത്ത 2 പേരാണ്. അതാണ് നമ്മുടെ മെറാബ് വേഴ്സസ് ഷോൺ ഒമേലി. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മക്കാശേവ്, ഇല്ലിയ ടൊപ്പൂരിയ ഫൈറ്റും പിന്നെ DDP, ഹംസ ഷിമേവ് ഫൈറ്റിൻ്റെ ഇടയിൽ ഇതങ്ങ് മുങ്ങിപ്പോയത് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? അതോ ഇനി ഞാൻ കാണാത്തതാണോ? ഇൻസ്റ്റാഗ്രാമിൽ എവിടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കാണുന്നില്ല. മെറാബിൻ്റെ ഒരു പൊടി പോലും ഇല്ല. മെറാബിനെ പിന്നെയും ഞാൻ ഒരു വട്ടം കണ്ട് കണ്ടെന്ന് തോന്നുന്നു. ഈ പുള്ളിയുടെ ഒരു ഫോട്ടോ, പുള്ളി ഭയങ്കര അധ്വാനമെന്ന് തോന്നുന്നു. ടൊപ്പൂരിയ ബ്രദേഴ്സിൻ്റെ കൂടെ പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഷോൺ ഒമേലിയുടെ ഒരു അഡ്രസ്സ് പോലും ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഷോൺ ഒമേലി കഠിനമായിട്ടുള്ള ഹാർഡ് വർക്കിലായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഷോൺ ഒമേലിക്ക് ആ ചാമ്പ്യൻഷിപ്പ് പട്ടം എങ്ങനെയെങ്കിലും തിരിച്ച് കിട്ടിയാൽ കൊള്ളാമെന്ന് എല്ലാവർക്കും അത് തന്നെ താല്പര്യം. പക്ഷേ ഇയാൾക്ക് ഇത്തിരി കൂടുതലാണ് പുള്ളിക്ക്. കാരണം പുള്ളി ബിലീവ് ചെയ്യുന്നു പുള്ളിക്ക് മെറാബിനെ തോൽപ്പിക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? പുള്ളിയുടെ വെയിറ്റ് ക്ലാസ്സിൽ ആ ഷോൺ ഒമേലിയുടെ ഹൈറ്റ് ഉള്ള ആരും ഇല്ല. അത് ഷോണിന് നല്ലോണം അറിയാം. അത് മാത്രമാണ് പുള്ളിക്ക് പ്രതീക്ഷ. ഒരു റീച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുള്ളിക്ക് മെറാബിനെ തോൽപ്പിക്കുക ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്ങനെയെങ്കിലും അതിനുവേണ്ടി പുള്ളി ശ്രമിക്കും. പക്ഷെ മെറാബ് വിട്ടുകൊടുക്കുമോ? മെറാബ് നമുക്കറിയാം, ഈസ് എ ട്രൂ ഹാർഡ് വർക്കർ മാൻ ആൻഡ് ഹൈ ലെവൽ ട്രെയിനിങ് ആണ് പുള്ളിയുടെ. പുള്ളി വിട്ടുകൊടുക്കത്തൊന്നുമില്ല. ആരെങ്കിലും വിട്ടുകൊടുക്കുമോ? അപ്പോൾ അങ്ങനെ ആ ഒരു ഫൈറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത് ആരും ചർച്ച പോലും ചെയ്യുന്നില്ല. ദാറ്റ് വിൽ ബി എ ഗുഡ് ഫൈറ്റ്. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഒരു ഫൈറ്റ് ഇതിനു മുമ്പ് കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് ഒരു ഫ്രഷ്നെസ് ഇല്ല. ഒരു പക്ഷേ അതുകൊണ്ടുമായിരിക്കാം പീപ്പിൾ ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട്, ബട്ട് ഐ ആം ഇൻട്രസ്റ്റഡ്. പിന്നത്തെ വാർത്ത അറിയാമല്ലോ, നമ്മുടെ കമാറു ഉസ്മാൻ എൻ്റെ ഫൈറ്റ് വരുന്നുണ്ട്. എന്താണ്, ജക്ലിയ. എന്തായാലും ഉസ്മാന് വേണ്ടിയിട്ടാണ് നമ്മളത് കാണുന്നത്. ഉസ്മാൻ എങ്ങനെയും ജയിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷേ പേര് ബക്ലി എന്നാണെങ്കിലും അവൻ നല്ല ഫൈറ്ററാണ് കേട്ടോ. നല്ല ഫൈറ്ററാണ് അവൻ. നല്ല ഫോമിലാണ്. ഫൈറ്റർ ഇപ്പം ഉസ്മാനും നല്ല ഫൈറ്ററാണ്. അവൻ നല്ല ഫോമിലാണ്. അവൻ വിട്ടുകൊടുക്കത്തില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഉസ്മാൻ ജയിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നീട് നൗ ദ മെയിൻ തിങ്, അതായത് ഈ ഒരു ഫൈറ്റ് അത് മക്കാശേവ് ഇല്ലിയ ടൊപ്പൂരിയയുടെ ആ ലെവലിലുണ്ടത്.
ഏതാണെന്നറിയില്ലേ? DDP വേഴ്സസ് ഹംസ ഷിമേവ്. മാൻ, ഓൾറെഡി ഇപ്പോൾ 5 minutes ആയി. ഐ ഡോണ്ട് വോണ്ട് ടു ഡ്രാഗ് ഇറ്റ് ടു മച്ച്. DDP വേഴ്സസ് ഹംസ ഷിമേവ്. നിങ്ങൾ ട്രാഷ് ടോക്കിംഗ് കണ്ടു കാണുമല്ലോ. എൻ്റെ പൊന്നെ, മാരകമായിട്ടുള്ള ട്രാഷ് ടോക്കിംഗ്. നമ്മൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഈ ചാനലിൽ പറയാൻ പറ്റത്തില്ല. അത് ആ ലെവലിലുള്ള ട്രാഷ് ടോക്കിംഗ് ആണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഹംസ ഷിമേവ് സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. ഹംസ ഷിമേവാണ് പണ്ട് മുതലേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. DDPനെ കയറി എന്തൊക്കെയോ പേരുകളൊക്കെ വിളിക്കുന്നു. ഇപ്പോഴും പുള്ളി തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പുള്ളിക്ക് എന്തോ ഒരു DDPയുടെ ആ ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിനോടൊക്കെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഹംസത്ത് വീണ്ടും വീണ്ടും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. DDP വിട്ടുകൊടുക്കുമോ? DDP തിരിച്ചു കൊട്ടുവാണ്. അതൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. എന്തായാലും ട്രാഷ് ടോക്കിംഗ് ഗംഭീരമാണ്. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ഫൈറ്റ് അടുക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫൈറ്റ് ഒന്ന് നടന്നു കിട്ടിയാൽ മതി. അതായത് ഇഞ്ചുറിയും മറ്റ് ബാക്ക് ഓഫും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ഫൈറ്റ് നടന്നു കഴിയുമ്പോൾ, ഫൈറ്റ് അടുക്കും തോറും ഉള്ള ട്രാഷ് ടോക്കിങ്ങിൻ്റെ ഭീകരത കൂടും. പിന്നെ അൾട്ടിമേറ്റ്ലി ദ ഫൈറ്റ് വിൽ ബി ഓസം. അതായത് ഹംസ ഷിമേവ് തുടക്കം തന്നെ അറിയാമല്ലോ, പുള്ളി ആ പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്യും. ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുള്ളി DDPനെ സബ്മിറ്റ് ഒക്കെ ചെയ്യാൻ നോക്കും. DDP അത് സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈറ്റ് ബിക്കംസ് മോർ ഇൻട്രസ്റ്റിംഗ്. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഹംസ ഷിമേവിനെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആദ്യത്തെ റൗണ്ടിൽ തന്നെ തീർക്കാൻ നോക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പലരും പറയുന്നത് കാർഡിയോ കൂടുതൽ ആയി കഴിഞ്ഞാൽ, അതായത് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഹംസത്തിന് പ്രശ്നമാണ്. അത് മാത്രമല്ല, ഹംസത്തിന് സ്വന്തം ഗ്രാപ്ലിംഗ് സ്കിൽസിൽ ഭയങ്കര വിശ്വാസമാണ്. അത് സത്യമാണ് കേട്ടോ. കാരണം ഹംസത്തിന്റെ ഒരു ലെവൽ എന്താണെന്നറിയാമോ? ഹംസത്ത് വിചാരിക്കുന്നത്, ഹംസത്തിന്റെ മുമ്പിൽ ഈവൻ ഹബീബ് നിന്ന് കഴിഞ്ഞാലും, സാക്ഷാൽ ഹബീബ് നിന്ന് കഴിഞ്ഞാലും, ഹബീബിന്റെ അടുത്തും പുള്ളി ഒരു കൈ നോക്കും ഗ്രാപ്ലിങ്ങിന്. അത്രയ്ക്ക് വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഹംസത്ത് കാലേ പോയി ചാടി വീഴുന്നത്. കാരണം ഒരുമാതിരിപ്പെട്ടവനൊന്നും അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് DDP മണ്ടനൊന്നുമല്ല. നമ്മളിവിടെ ഇരുന്ന് ചിലയ്ക്കുന്ന പോലെ DDP മണ്ടനൊന്നുമല്ല. DDP ഫുൾ ഫോമിലാണ്. DDP പ്രിപ്പയർഡ് ആയിരിക്കും, വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. ആദ്യത്തെ ഒരു 1-2 റൗണ്ട് ഹംസത്തിന്റെ ഗ്രാപ്ലിംഗ് സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കളി മാറുവാണ് ഗൈസ്. വേറെ ലെവൽ ഇൻട്രസ്റ്റിംഗ് വാർ ആയിരിക്കും അത്. പിന്നെ ട്രാഷ് ടോക്കിംഗ് മറ്റു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ അപ്പം എന്താ, പ്രസ് കോൺഫറൻസിലൊക്കെ എന്തൊക്കെ നടക്കുന്നു. ഹംസത്ത് ഇപ്പം ഇരുന്നുകൊണ്ട് ചിരിയും സ്മൈലിയൊക്കെ വിടുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റേ ഇവര് നേരിട്ട് കാണുമ്പോൾ ട്രാഷ് ടോക്കിംഗ് വരുമ്പോൾ ഹംസത്തിന്റെ കൺട്രോൾ പോകും. DDP അപ്പോഴും കൂളായിരിക്കും കേട്ടോ. നമ്മളത് കണ്ടിട്ടുണ്ടത്, ആളുകളെയൊക്കെ കരയിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. DDPയുടെ ലെവൽ അതാണ്. ട്രാഷ് ടോക്കിങ്ങിൽ ഹി ഈസ് വെരി കൂൾ ആൻഡ് ഹി വിൽ ടോക്ക് വാട്ട് എവർ ഹി വാണ്ട്സ്. അപ്പം ഹംസത്തിന്റെ കൺട്രോൾ പോകും. അത് വാട്ട് എവർ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ എപ്പോഴും പറയുന്ന പോലെ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത ടോപ്പിക്കാണ് മക്കാശേവ് ആൻഡ് ഇല്യ ടൊപ്പൂരിയ. അത് ഒരു രക്ഷയില്ല. അത് എവിടെയോ കിടക്കുവാണ്. ഇനിയും മക്കാശേവിന്റെ ഫൈറ്റ് JDMന്റെ കൂടെ നടക്കണം. ഇല്യയുടെ ഫൈറ്റ് ഒലിവേറയുടെ കൂടെ നടക്കണം. പക്ഷെ അതിനു മുമ്പ് ഇവർ ട്രാഷ് ടോക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ടൊപ്പൂരിയാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മക്കാശേവ് ഭയന്ന് ഓടിപ്പോയി എന്നൊക്കെ ഡയറക്റ്റ്ലി പച്ചയ്ക്ക് പറഞ്ഞു. മക്കാശേവും തിരിച്ച് റിപ്ലൈ ചെയ്തു. ഓഫ് കോഴ്സ് മക്കാശേവിന്റെ മാനേജർ അലിയാണ് അത് ചെയ്യുന്നതെങ്കിലും മക്കാശേവ് തന്നെയാണത്. മക്കാശേവിന്റെ അഭിപ്രായം അത് തന്നെയായിരിക്കും. ആൻഡ് മക്കാശേവ് ഈസ് ഓൾസോ ഗുഡ് ട്രാഷ് ടോക്കർ കേട്ടോ. അപ്പോൾ ആ ഫൈറ്റ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് അല്ലേ? ഇല്യ വേഴ്സസ് ഇസ്ലാം മക്കാശേവ്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ബട്ട് ഇല്യ വേഴ്സസ് ഒലിവേറ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫൈറ്റ് ആണ്. ആൻഡ് മക്കാശേവ് വേഴ്സസ് JDM അനൗൺസ് ആയിട്ടില്ല, അതൊരു ഇൻട്രസ്റ്റിംഗ് ഫൈറ്റ് ആയിരിക്കും. പിന്നെ എനിക്കിതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? പലവരും ഇപ്പോൾ മക്കാശേവ് വേഴ്സസ് JDMനകത്ത് JDM ഇസ് ഗോൺ, JDMന്റെ കാര്യം കഴിഞ്ഞു. പലവരും ഇല്യ വേഴ്സസ് ഒലിവേറയ്ക്കകത്ത് ഒലിവേറ ഇസ് ഗോൺ മാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഹയർ വെയിറ്റ് ക്ലാസ്സിലുള്ള ചേട്ടന്മാരാണിത്. കാരണം ആ ഒരു വെയിറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, അതൊരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് കൂടിയാണ്. അതായത് ഓക്കെ, ഇപ്പോൾ ഒലിവേറ എൻ്റെ മുമ്പിൽ ഇല്യ ടൊപ്പൂരിയാണ്, ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ്. ബട്ട് ഒലിവേറയ്ക്ക് എപ്പോഴും ഇതുണ്ട്, അൾട്ടിമേറ്റ്ലി ലൈക്ക് ഞാൻ വലിയ വെയിറ്റ് ഉള്ള ചേട്ടനാണ്. ആ ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ JDMനും ഓക്കെ, എൻ്റെ മുമ്പിൽ പൗണ്ട് ഫോർ പൗണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള മക്കാശേവാണ്, ബട്ട് വെയിറ്റിൽ ഞാൻ നിന്നെക്കാട്ടിലും നിന്റെ ചേട്ടനായിട്ട് വരും എന്നുള്ള ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം. സോ ഞാൻ പറഞ്ഞത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ JDMനെയും ചാൾസ് ഒലിവേറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ആ ഫൈറ്റും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിരിക്കും, വൺ സൈഡഡ് ഒന്നും ആയിരിക്കത്തില്ല, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ബിക്കോസ് അങ്ങനെയാണ് ഹയർ വെയിറ്റ് ക്ലാസ്. ദാറ്റ് ഇസ് വൈ വെയിറ്റ് ക്ലാസ്സസ് ആർ ദെയർ. മനസ്സിലായി? കാരണം ഈ ഇല്യയും മക്കാശേവും അവരുടെ ഒറിജിനൽ വെയിറ്റിലായിരിക്കും ഇനി കളിക്കാൻ പോകുന്നത്. വെയിറ്റ് ബുള്ളിങ് പോസിബിൾ അല്ല അതിനകത്ത്. മറ്റവരോ, അവരുടെ എതിരാളികൾ എന്ന് പറഞ്ഞാൽ ആ ദിവസം ഫൈറ്റ് ദിവസം വെയിറ്റ് എങ്ങനെ പോയാലും കൂടുകയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയാമല്ലോ, കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ സമയം 10 മിനിറ്റിനോട് അടുക്കുന്നു. ഇനിയും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോൺ ജോൺസ് ആശാനാണ്.
എനിക്കിപ്പോൾ ജോൺസിന്റെ ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പുള്ളിയുടെ ടോമാസ് ഫൈറ്റ് നടക്കൂ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട്. കാരണം എന്തുവാണ് നടക്കുന്നത്? കാരണം ഒരു ഫൈറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തി, പക്ഷെ ഡാന വൈറ്റ് പറയുന്നുണ്ട് ഫൈറ്റ് നടക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഗൈസ്, ജോൺസിന്റെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട്. ഇനി അത് ജോൺസ് സസ്പെൻസ് കൂട്ടി മാർക്കറ്റ് കൂട്ടുന്നതാണോ, മാർക്കറ്റ് വാല്യൂ കൂട്ടുന്നതാണോ, ഡിമാൻഡ് കൂട്ടുവാണോ, ഒന്നും അറിയത്തില്ല. നമുക്കിതല്ലേ പറയാം, നമുക്കിപ്പോൾ ജോൺസിന്റെ അടുത്ത് പോയി നിന്ന് നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ജോൺസ് പല കാര്യങ്ങളും കാണിക്കുന്നു. ആരാണ്ടറയൊക്കെ ബൈക്കിന്റെ പിന്നാലെ ഇരുന്ന് പോകുന്നു, മങ്കീസിന്റെ കൂടെ, കുരങ്ങന്മാരുടെ കൂടെ കളിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, പുള്ളി എൻജോയ് ചെയ്തോ, പിന്നെ കരിക്കും വെള്ളം പൊട്ടിച്ച് കുടിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ജോൺസ്. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട്, കണ്ടോ ഞാനിവിടെ എൻജോയ് ചെയ്യണം, നീയൊക്കെ ഇവിടെ ഇരുന്നു ഫൈറ്റും പ്രതീക്ഷിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, ടോം ആസ്പിനിൽ ഒരു പൊടി പോലും ഇല്ല ഇപ്പം. പുള്ളി പ്രതീക്ഷ കൈവിട്ടു എന്ന് തോന്നുന്നു. പിന്നെ സ്ട്രിപ്പ് ചെയ്യണമെന്ന് പറയുന്നു. പല ആളുകളും പറയുമ്പോൾ അതിന് ജോൺസ് റിപ്ലൈ ചെയ്യുന്നുണ്ട്, സ്ട്രിപ്പ് ചെയ്തോ, എനിക്ക് വലിയ വിഷയമൊന്നുമില്ല, ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യാം എന്നൊക്കെ പറയുന്നത്. ആ ഫൈറ്റ് നടന്നാൽ കൊള്ളായിരുന്നു. നമുക്കിനി ഡാന വൈറ്റ് പറഞ്ഞിരുന്നു ആ ഫൈറ്റ് നടക്കും എന്നുള്ളത്, അതായത് പ്രതീക്ഷയേ ഉള്ളൂ. എന്തായാലും എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് MMA കോമ്പാറ്റ് ദുനിയാവിലെ ലേറ്റസ്റ്റ് വാർത്തകൾ. ഞാൻ വിട്ടുപോയിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കമൻറ്റും നമ്മൾ വായിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. MMA മലയാളത്തിലെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും സന്ധിக்கலாம், പാക്കലാം.